40 ദിവസം മുമ്പ് ഇറാനെ ഇസ്രായേൽ കയറി അടിക്കുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്ക് റോളുണ്ടായത്. കാര്യം ഇസ്രായേലിനെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് അവസാനം പന്ത് അമേരിക്കന്റെ കോർട്ടിലേക്ക് ഇട്ടപ്പോൾ ഇറാനെ 4 ദിവസം കൊണ്ട് തീർക്കാന്നാ കരുതിയത്. എന്നാൽ ഇന്ന് 40 ദിവസം കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് ചെയ്തത് മണ്ടത്തരമായി പോയി എന്നോർത്ത് വിലപിക്കുന്ന, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന, ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഇറാനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തങ്ങൾ ജയിച്ചുകൊണ്ട് മാത്രമേ എന്തും അവസാനിപ്പിക്കൂ. തോറ്റുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പറ്റിയ ഒരു പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എങ്ങനെ ഇറാനെ ഭീഷണിപ്പെടുത്തിയും വരുതിക്ക് വരുത്തി ഇത് അവസാനിപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ആഗ്രഹം. പക്ഷെ അതിനെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കുകയാണ്. നമുക്കറിയാം ഇതിന്റെ തുടക്കം മുതലുള്ള കഥകൾ. ആ കഥകൾ പല തവണ പറഞ്ഞതായിട്ട് പറയുന്നില്ല. 1036 വിമാനങ്ങൾ തകർന്നു. അതില് 2000 കോടി വിലയുള്ള ഡ്രോണുകളുണ്ട്. അതുപോലെ ഫ്ലൈറ്റുകൾ F-35 ഉണ്ട്, 15 ഉണ്ട്. ഒരിക്കലും മറ്റൊരു രാജ്യവും കണ്ടെത്തില്ല റഡാറിന്റെ ഏഴയലത്ത് പോലും വരാത്ത സാധനങ്ങൾ. അതിനാണ് ഇറാൻ ടപ്പേന്ന് അടിച്ചിട്ടത്. എന്തിനധികം ഒരു 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 വൈമാനികനെ, ഒരു പട്ടാളക്കാരനെ പൊക്കാൻ വേണ്ടി, അതായത് ഇറാനിൽ തകർന്നു വീണ വിമാനത്തിന്റെ പൈലറ്റിനെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു 5-6 എണ്ണം അവിടെ അങ്ങ് തകർന്നു. ഇത് ഒരാളെ പൊക്കാൻ വേണ്ടി വന്നതാ. ഒരു വലിയൊരു ഫ്ലൈറ്റ്, പിന്നെ കുറച്ച് ഹെലികോപ്റ്ററുകൾ ഒക്കെ തകർന്നു തരിപ്പണമായി. ബാക്കിയുള്ളത് കുറച്ച് കേടുവന്നത് അമേരിക്ക തന്നെ ബോംബിട്ട് തകർക്കുകയും ചെയ്തു. വൻപിച്ച നഷ്ടം ഉണ്ടായത്. ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ഇപ്പോൾ ഹോർമോസ് ഞങ്ങളിത് നിയന്ത്രിക്കുന്നു, ഞങ്ങളിനി ഇറാന്റെ എണ്ണ വിൽക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന മട്ടിലായി പിന്നെ അമേരിക്കയുടെ അടുത്ത തന്ത്രം. എന്നാൽ അതിനു മുമ്പ് യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ, 3-4 ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് തന്നെ അമേരിക്കയുടെ 2 കപ്പലുകൾ ഇറാൻ ഭാഗികമായി തകർത്തിരുന്നു, ജെറാൾഡും എബ്രഹാം ലിങ്കനും. അത് പക്ഷേ മാധ്യമങ്ങൾ വല്ലാതെ റിപ്പോർട്ട് ചെയ്തില്ല. അതുപോലെ വാർത്ത ചെയ്യാൻ ചാനലുകൾ തയ്യാറായില്ല. കാര്യം ഇറാന്റെ അന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ച മനസ്സിലാവും എല്ലാം അമേരിക്കൻ ഇസ്രായേൽ പക്ഷത്താണ്. അതായത് ഇറാൻ എന്ന രാജ്യം തീർന്നു. മാക്സിമം ഒരാഴ്ച അതിനുള്ളിൽ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറയും. അങ്ങനെ അടിയറവ് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നതിന്, നമ്മൾ വീരന്മാർക്ക് വേണ്ടി നിലകൊണ്ടാൽ പോരെ എന്നായിരുന്നു അക്കാലത്തെ ചാനലുകളുടെ നിലപാട്. അത് യൂട്യൂബ് ചാനലുകളും പ്രശസ്തരും അല്ലാത്തവരുമായിട്ടുള്ള മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഏതാനും ചിലർ മാത്രമാണ് ഇറാൻ അങ്ങോട്ട് കടന്നു കയറി ആക്രമിച്ചിട്ടില്ല, ഇങ്ങോട്ട് ഇറാനെ കയറി ആക്രമിച്ചതുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നതാണ്, അല്ലാതെ ഇറാൻ ആരെ അടിച്ചിട്ടില്ല എന്ന് വാദിച്ചുകൊണ്ട്, അതിനെ സമർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് യദുവിനെ പോലെ കുറച്ചു പേർ മാത്രം. അവർ കൃത്യമായി ഇസ്രായേലിലും അതുപോലെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നാശങ്ങളും വ്യക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആദ്യം ഇസ്രായേലിലെ വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ അവസാനം ഇസ്രായേലിൽ യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല എന്ന് അവിടുത്തെ ഭരണകൂടം തന്നെ പറഞ്ഞപ്പോഴാണ്, അതായത് അത്രത്തോളം പട്ടാളക്കാരുടെ എണ്ണക്കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ 40 ദിവസം കൊണ്ട് പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോകം ചിന്തിച്ചു തുടങ്ങിയത്. അവിടെയാണ് ഇറാന്റെ കരുത്ത്, അല്ലെങ്കിൽ ഹിസ്ബുള്ളന്റെ കരുത്ത് അവിടെയാണ് നോക്കുന്നത്. ഹിസ്ബുള്ള മറ്റൊരു ഇതാണല്ലോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കയറി അടിച്ചത് വിനയായി എന്ന് ഇസ്രായേലിന് തോന്നിയ നിമിഷങ്ങളാണ്. പിന്നെ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയാൽ മതി. അതിന് ട്രംപിനെ തന്നെ ചട്ടം കെട്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് വീണ്ടും അടി തുടങ്ങുന്നു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് വീണ്ടും അടി. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 40 വർഷമായിട്ട് അവരെ ഉപരിതലത്തിലാക്കിയിട്ടേക്കാണ്. അതായത് അവരുമായിട്ട് വ്യാപാരമില്ല, അവരുടെ സമ്പത്ത് തടഞ്ഞു വെച്ചേക്കുന്നു. ആ നിലയിൽ ഏതൊക്കെ വിധത്തിൽ അവരെ ദുരന്തം മുഖത്തെത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അടിമയാക്കി വെക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാൻ പറ്റുമോ, അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അമേരിക്ക. ഈ 40 വർഷത്തിന് ശേഷവും ഇപ്പോഴും ഉശിരോടുകൂടി ഞങ്ങൾ ആരുടെയും കാൽക്കീഴിലേക്ക് വരില്ല എന്ന് ഇറാൻ തീരുമാനമെടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ ആദ്യം തന്നെ മാനിക്കേണ്ടതാണ്. അവർക്കറിയാം അവരുടെ ഭരണ തലവന്മാരെ വധിക്കുമെന്ന്. കാര്യം ഇറാഖിൽ കയറി അടിച്ച് സദ്ദാം ഹുസൈനെ പിടിച്ച് അവസാനം സദ്ദാമിനെ വധിച്ചതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഇറാനിൽ കയറി അടിക്കുകയും ഇറാനിലെ ഭരണാധികാരിയെ കൊന്നെടുക്കുകയും ചെയ്യുന്ന അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു 10-20 തലമുറ ഭരണാധികാരികളെങ്കിലും അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രവിശ്യകളായി തിരിച്ചിട്ട് പരസ്പരം ആശയവിനിമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നാലാ വഴിക്ക് നിന്ന് അടിച്ച് എരപ്പാക്കുന്ന അതാണ്. ഇസ്രായേലിലൊക്കെ ഏതു വഴിയാണ് മിസൈലുകൾ വരുന്നതെന്ന് അറിയില്ല, ഏത് മിസൈലാണ് വരുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല, ഇറാന്റെ പക്കൽ അതിമാരകമായ ആയുധങ്ങളുണ്ട്.
അതിമാരകമായ ആയുധങ്ങൾ. ആ, പലതും ഇസ്രായേലും അമേരിക്കയും കൈയൊഴിഞ്ഞതാണ്. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇട്ട് പൊട്ടിച്ച് കളയും. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് യുദ്ധത്തിന് ശേഷം ആരുമായിട്ടും ഇറാൻ യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാലം മുതൽ ഉണ്ടാക്കി കൂട്ടി വെച്ചിരുന്ന, അതായത് എന്തെങ്കിലും ഒരു കാലത്ത് അമേരിക്ക തങ്ങളുടെ മണ്ടയിൽ കയറും എന്നറിയാവുന്ന ഇറാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. അതെല്ലാം എടുത്ത് പിടിച്ചു. അത് മാത്രമല്ല, ഇപ്പോ ഈ ഹോർമൂസിൽ ഇപ്പൊ കാണിക്കുന്ന ഇറാന്റെ യുദ്ധതന്ത്രം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുക. അത് കുറച്ച് നേരത്തെ ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അത് ഇറാൻ ഞെട്ടിച്ചതാണ്. കാരണം ചില ഫേക്ക് മിസൈലുകൾ പോകും, ചെറിയ ചെറിയ ഡ്രോണുകൾ പോകും, വലിയ വിലയില്ലാത്തത്, ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഡ്രോണുകൾ, അതുപോലെ മിസൈലുകൾ പറന്നു പോകും, ഫേക്ക് മിസൈലുകൾ ആകാശത്ത് തീഗോളം സൃഷ്ടിക്കുമ്പോൾ അതിനെ തകർക്കാൻ കോടികൾ, 30-40 കോടി രൂപ വിലയുള്ള മിസൈലുകൾ അതിനെ തകർക്കാൻ പുറപ്പെടുന്നു. അതായത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയും പ്രതിരോധ ആയുധങ്ങളെയും അപ്പാടെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഫ്ലൈറ്റുകൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് ഭീഷണിയായിരുന്നത് ഇറാന്റെ വേധ മിസൈലുകളൊന്നും അല്ല, ചെറിയ ചെറിയ ഡ്രോണുകൾ, ചെറിയ ചെറിയ മിസൈലുകൾ, ഇതൊക്കെയാണ്. കാരണം അതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ഹോർമോസിൽ നടക്കുന്ന കൊതുകുപട എന്ന് വിളിക്കുന്ന ബോട്ടുകളെ, സ്പീഡ് ബോട്ടുകളെ തന്നെ എടുക്കാം. ഇതിനൊന്നും റഡാറിൽ കിട്ടില്ല. കപ്പലുകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന റഡാറിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ്. പക്ഷെ ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും കടലിടുക്കിൽ നിന്നും എവിടെന്നെങ്കിലുമൊക്കെ പാഞ്ഞു വന്ന് ഒരു കൂട്ടം കൊതുകുകൾ പാഞ്ഞു വരുന്നു, ആക്രമിക്കുന്നു, പോകുന്നു. അവർക്ക് കാണാൻ കഴിയുന്നില്ല എവിടെ നിന്നാണ് വരുന്നത്, എന്നിട്ടാണ് പോണത് ചെയ്യുന്നത്. അതായത് അവരുടെ വലിയ ആയുധ സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഉപകരണങ്ങളാണ് ഈ യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിച്ചു വരുന്നത് കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ അബാബിൽ പക്ഷികളുടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പക്ഷികൾ വന്ന്, ചെറിയ ചെറിയ പക്ഷികൾ വന്ന് യുദ്ധത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഒരു കഥ. പക്ഷെ ആ കഥയുടെ സത്ത ഉൾക്കൊണ്ടതായിരിക്കണം. ഇറാൻ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ വൻ ആയുധ ശേഖരം കയ്യിലുള്ള ഒരു രണ്ട് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളെ തകർക്കാൻ തങ്ങളും അതേ നാണയത്തിൽ വലിയ ആയുധങ്ങൾ, വലിയ സന്നാഹങ്ങൾ ഒരുക്കിയാൽ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്നറിയാവുന്ന അവരെ തകർക്കാൻ ചെറിയ ചെറിയ ഉപകരണങ്ങളാണ് നല്ലത് എന്ന് അവർ തീരുമാനിച്ചു. അതേസമയം വലിയ ആയുധങ്ങളുണ്ട്, ക്ലസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ട മിസൈലുകൾ നമുക്കറിയാം. അതുപോലെ ഡാൻസ് ചെയ്തു പോയിട്ടുള്ള മിസൈലുകൾ, അതായത് ഏതാണ് വഴിയെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന, നമ്മൾ കണ്ടിരുന്നു അതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് താരതമ്യേന ചെലവ് കുറഞ്ഞ ചെറിയ ചെറിയ ആയുധങ്ങളും ചെറിയ ചെറിയ സന്നാഹങ്ങളും ഒരുക്കി അവരുടെ വലിയ സന്നാഹത്തെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന, അവരെ പേടിപ്പെടുത്തുന്ന വിധത്തിലേക്കാണ് ഇറാന്റെ പോക്ക്. അതിൽ വിജയിച്ചിട്ടുണ്ട് അവർ. നമുക്കറിയാം, ഇത്രയും ദിവസത്തെ ഏതാണ്ട് 10-40 ദിവസം കഴിയുന്ന ഈ സമയത്ത് നമുക്കറിയാം അവരുടെ നഷ്ടപ്പെട്ട വിമാനങ്ങൾ എത്രത്തോളം ഉണ്ട്. അതുപോലെ ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട പട്ടാളക്കാരും അവരുടെ മറ്റടിസ്ഥാന സൗകര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന്. ചെറിയ സന്നാഹങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ കൊണ്ടുവന്നിട്ടത് വലിയ ബോംബുകളാണ്. ഒരൊറ്റ ബോംബിലാണ് ഇറാന്റെ ഭരണാധികാരികൾ മുഴുവൻ തീർന്നുപോയത്. എന്നാൽ അതൊക്കെ ഇറാൻ കരുതിയിരുന്നതാണ്, അതൊക്കെ വരും, അതല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തുടക്കം ശരിക്കും അതാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചല്ല ഇറാന്റെ ഇത്തരത്തിലൊരു ചെറുത്തുനിൽപ്പ്. ഇന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇറാന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. കഴിഞ്ഞ 10-40 വർഷമായിട്ട് അവരുടെ സഖ്യരാജ്യങ്ങളെല്ലാം, മുഴുവൻ രാജ്യങ്ങളും ഇറാനെ പ്രതിരോധിച്ചു നിന്നുകൊണ്ട് ഇറാനുമായിട്ടുള്ള വ്യാപാരവും മറ്റുമെല്ലാം വേർപെട്ട് അവരെ പ്രതിരോധിച്ചു നിന്നിരുന്നത് കൊണ്ട് എന്താണ് ഇറാനിൽ സംഭവിച്ചെന്ന് അറിഞ്ഞില്ല. ഇതാണ് അത്രേ ഉള്ളൂ, എൻ്റെ വസ്തു മാത്രമേ ഉള്ളൂ. ഏതായാലും അത് ഇപ്പോൾ അമേരിക്ക മനസ്സിലാക്കുകയാണ്. ഇറാനെ പൂട്ടും എന്ന് പറഞ്ഞ് ഇറാന്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തിട്ട് ആ തിരിച്ചടി ഹോർമോസിൽ വരുന്നത് കണ്ട് അന്തം വിട്ട് ട്രംപ് വിരളി പിടിച്ച് പായണം. അപ്പൊ ഇന്ന് സമാധാന ചർച്ച നടക്കുമെന്ന് പറയുന്നു. ഇറാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, നടക്കില്ല. നിങ്ങൾ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ മേത്തേക്കെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് നിന്ന് തരില്ല. അത് നിങ്ങൾ വേറെ ആളെ നോക്കണം. സമാധാനം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ തെറ്റ് തിരുത്ത്. നിങ്ങളല്ലേ തെമ്മാടിത്തരം കാണിച്ചത്, നിങ്ങൾ തിരുത്ത് എന്ന്. പക്ഷെ ട്രംപ് ലോക പോലീസല്ലേ, പറ്റുമോ? ഏതായാലും ലോക രാജ്യങ്ങൾ മുഴുവൻ ട്രംപിനെ ഒറ്റപ്പെടുത്തുന്നു. അതായത് അമേരിക്കയ്ക്ക് എന്തു സംഭവിക്കാൻ പോകുന്നു?
ഓരോ കാലക്കേട് അതിനൊക്കെ ഒരു നിമിത്തമുണ്ടല്ലോ. ഇസ്രായേൽ ഒരു നിമിത്തം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് തോന്നുന്നത്. ഇറാനെ കയറി അടിച്ചത് ആകെ നാണക്കേടായി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എത്ര നഷ്ടമാണ് ഉണ്ടായത്. 2 കപ്പൽ പ്രത്യക്ഷമായി പോയി. അടുത്തതിനതെ പൂട്ടുമെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോയി. വേഗം പോയി, കാര്യം ഞങ്ങളത് ശരിയാക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഏരിയ വിട്ടുപോയി അമേരിക്കയുടെ കപ്പലുകൾ. അത് പേടിച്ചിട്ടല്ലേ, ഇറാനെ പേടിച്ചിട്ടല്ലേ. കാര്യം ഇറാൻ പറയുന്നത് ചെയ്യും. ട്രംപ് 10-40 ദിവസങ്ങൾക്ക് ഉള്ളിൽ എത്ര തവണ ഇറാനെതിരെ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പറച്ചില് പിടിച്ച് വരട്ടലാണ്. പക്ഷെ ചെയ്യാൻ കഴിയണില്ല. കാര്യം ഇറാനിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഇറാൻ ഏത് വിധത്തിലാണ് തിരിച്ചടിക്കുന്നത് എന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഇതുവരെയുള്ള കഥ അതാണ്. ഇസ്രായേല് ഇറാനിൽ അടിച്ചപ്പോൾ ഇസ്രായേലിൽ തിരിച്ചു ചെന്നത് എങ്ങനെയാണെന്ന് അവർ കണ്ടതാണ്. അത് മാത്രമല്ല, ഒരൊറ്റ ബോംബാക്രമണം അമേരിക്കയുടെ വക ഇറാനിൽ വീണ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾ, അവരുടെ സൈനിക താവളങ്ങൾ, ബേസുകൾ മുഴുവൻ തകർത്തതാണ്. അവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങൾ സകലതും തകർത്തു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം ഒരു നിവൃത്തിയില്ലാതെ ബേസ് താവളങ്ങളൊന്നുമില്ല, റൺവേ ഒന്നുമില്ല, ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. കുറെ ആൾക്കാരെ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് നാട് കടത്തി, വേറെ പലരെയും ഹോട്ടലിലേക്ക് താമസം മാറ്റി. അതായത് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു പണിയും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആക്കി. അതായത് ആ വിധത്തിൽ ഇറാൻ നശിപ്പിച്ചു കളഞ്ഞു അമേരിക്കൻ പടയെ. എന്നിട്ടും ഇപ്പോഴും ഇറാന്റെ മേളിലാണ് കുറ്റം ചാർത്തി വെച്ചേക്കുന്നത്. ആരെ ഇത് തുടങ്ങി വെച്ചതെന്ന് ചിന്തിക്കുന്നേ ഇല്ല. കഴിഞ്ഞ 40 വർഷമായിരുന്നു ഇറാനെ ഉപരോധിച്ചുകൊണ്ട് അമേരിക്കൻ സഖ്യരാജ്യങ്ങളെല്ലാം നിലനിന്നിരുന്നത്. ഈ 40 വർഷത്തിനുള്ളിൽ ഈ സഖ്യരാജ്യങ്ങളെ അങ്ങോട്ട് ചെന്ന് ഇറാൻ ആക്രമിച്ച ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഒരു സംഭവം പോലുമില്ല. ഇറാന്റെ ചരിത്രത്തിൽ കാണില്ല. അതേസമയം 8 വർഷം ഇറാൻ ഇറാഖ് യുദ്ധം നടന്നു. ആ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖാണ് അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇറാനെ കയറി ആക്രമിച്ചത്. അന്ന് ഇറാൻ തിരിച്ചടി തുടങ്ങിയിട്ട് ആ 8 വർഷം കഴിഞ്ഞപ്പോഴും ആരും ജയിക്കാതെ അവസാനം നിർബന്ധിച്ച് യുദ്ധം നിർത്തിയതാണ് എന്ന ഇറാന്റെ ആ നിലപാട് അന്ന് അങ്ങനെയായിരുന്നു എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഓർത്തില്ല എന്നതാണ് ഈ യുദ്ധത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ പരാജയം. മാത്രമല്ല, ഇപ്പോൾ വിരള് പിടിച്ച് പായാണ്. ഏതെങ്കിലും വിധത്തിൽ ഇത് നിർത്തണം. അമേരിക്കയുടെ അവരുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം, അവരുടെ സഖ്യരാജ്യങ്ങളെ, നാറ്റോ രാജ്യങ്ങളൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. മാത്രമല്ല, ഇനിയിപ്പോ പെട്രോൾ വ്യാപാരം ഡോളറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഇറാന്റെ സാമ്പത്തിക അവസ്ഥയെ ചെറുതായിട്ടൊന്നുമല്ല തകർക്കുക. മൊത്തത്തിൽ ഒരു പാരലലായ ഒരു സഖ്യം ഉണ്ടായി വരുന്നുണ്ട്. അമേരിക്കൻ സഖ്യം ലോകം ഭരിച്ചുകൊണ്ടിരുന്നു എന്നത് ഇപ്പോൾ അമേരിക്ക ഒന്നുമല്ലാതായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. മിക്കവാറും ഒരു 3ാം കിട സ്ഥാനത്തേക്ക് അമേരിക്ക പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ അതിനൊക്കെ അവർ ഉപരോധിച്ചിരുന്ന ഇറാൻ എന്ന ഒരു രാജ്യമാണ് കാരണമാകുന്നത്. അല്ലെങ്കിൽ ആ ഇറാനെ കയറി ആക്രമിക്കാൻ തോന്നിയ ആ നിമിഷത്തെയാണ് ട്രംപ് ഭയപ്പെടുന്നത്, ശപിക്കുന്നത് എന്ന് ഓരോ ദിവസത്തെയും ട്രംപിന്റെ വാചക കസർത്തുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ട്രൂത്ത് സോഷ്യല് കാണാൻ ബഹുരസമാണ് വായിച്ചു കഴിഞ്ഞാൽ. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേലും കുറെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ആ വരികൾക്കിടയിൽ വായിച്ചു കഴിഞ്ഞാൽ സംഗതിയെല്ലാം ക്ലീനായി മനസ്സിലാവും. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. Different angles. Don't forget to subscribe and support this channel.